ഇപ്പൊ ഫോട്ടോ കാണണമെന്ന് പറഞ്ഞ് ഇത്രയും വാശി പിടിക്കുന്നത് പോലും മനഃപൂർവ്വമല്ലേ? ഇനി ഞാൻ ഒഴിവായി തരണമെന്നാണ് ഉദ്ദേശമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയിക്കോളാം. അതല്ല, ആ ഫോട്ടോ കാണണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ അത് കാണിക്കാൻ സമയമാകുമ്പോ ഞാൻ തന്നെ കാണിക്കാം. ആ ഫോട്ടോ നിധിക്ക് നിർമ്മലാമ്മയ്ക്കും കാണാം. എന്തിനാ? CKC കാണുന്നതിലും കുഴപ്പമില്ല. അത് ഞാനും ജ്യോതിർമയും കാണാൻ പാടില്ല. അപ്പോ ആ ഫോട്ടോയിൽ എന്തോ കുഴപ്പമുണ്ട്. ഗൗതം, ഈ വീട് മുഴുവൻ ആ ഫോട്ടോയ്ക്ക് വേണ്ടി അരിച്ചു പെറുക്കും. ഇനി ആ ഫോട്ടോ കയ്യിലിരിക്കുന്നത് പോലും അപകടമാണ്. ഞാൻ ഉദ്ദേശിച്ചതുപോലൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഒരിക്കലും CKCയെ ഗൗതം അംഗീകരിക്കില്ല. പിന്നെന്തിനാ ഈ ഫോട്ടോ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? കത്തിച്ചു കളഞ്ഞേക്കാം, അതാ നല്ലത്. എന്താ നിർമ്മലേ? ഒന്നുമില്ല. സിങ്കില് മുഴുവൻ എണ്ണമെഴുക്ക് കയറി പിടിച്ചിരിക്കുക. എത്ര കഴുകിയിട്ട് ഇളകുന്നില്ലെന്നേ. എന്തിനാ ഈ ഫോട്ടോ കത്തിച്ചു കളയാൻ നോക്കി? ഇത് കയ്യിലിരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ടെൻഷനാണ് നിധി. ഇതെങ്ങാനും ഗൗതം കണ്ടാൽ അതോടെ അവന്റെ അച്ഛൻ CKC ആണെന്ന് അവന് മനസ്സിലാവും. കാര്യങ്ങളെ നിസ്സാരമായി കാണരുത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. ഫോണിൽ കിടന്ന ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ആന്റി അയാളും തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാനും വേണ്ടി വന്നാൽ ഗൗതമിന്റെ അച്ഛൻ CKC ആണെന്ന് ബോധ്യപ്പെടുത്താനുമായി ആകെ കയ്യിലുള്ള ഒരേ ഒരു തെളിവാണിത്. ഈ ഫോട്ടോ കത്തിച്ചു കളഞ്ഞാൽ അതോടെ ആ വഴി അടയും. ഇത് കയ്യിലിരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു മനസ്സമാധാനവും കിട്ടില്ല മോളെ. ആന്റി സമാധാനമായിട്ടിരിക്കെ. ഈ ഫോട്ടോ ഞാൻ സൂക്ഷിച്ചോളാം. ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. ആന്റി വാ. ഇവൾക്ക് പകലൊന്നും വിളിക്കാൻ വയ്യ. പാതിരാത്രി ആവുമ്പോഴാ എന്നെ ഓർമ്മ വരുന്നത്. എടുക്കാതിരുന്ന ഇയാൾ ഇനിയും വിളിക്കും. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാലോ? വേണ്ട, അത് ചിലപ്പോ ഗൗതം ശ്രദ്ധിക്കും. എന്തായാലും അങ്ങ് എടുത്തേക്കാം. എന്തിനാടി പാതിരാത്രി കിടന്നിങ്ങനെ വിളിക്കുന്നത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല നീ. ഫോൺ കട്ട് ചെയ്താലും എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? നിങ്ങൾ വിളിക്കുന്നു ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ അത് പ്രശ്നമാവേ. സോറി നിധി, ഒരു കാര്യം അറിഞ്ഞപ്പോ അത് എത്രയും വേഗം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. മരണം കൺമുന്നിൽ വന്ന് നിൽക്കുന്നവന്റെ പാപം കഴുകി കളയാനുള്ളൊരു വെപ്രാളമാണെന്ന് കരുതിയാൽ മതി. വിളിച്ച കാര്യം എന്താന്ന് വെച്ചാ പറ.
ഞാൻ വീടിന് പുറത്തിറങ്ങി നിന്നാ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് 3 പേരെയാണ്. ഒന്ന് നിർമ്മലെ, മറ്റൊന്ന് നിധിയെ, പിന്നെ ഗൗതമിനെ.